ഹായ് ഹലോ, ഞാൻ നിംസ് 777 ടാറോ റീഡിങ്ങിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ വ്യൂവേഴ്സിന് വേണ്ടിയിട്ട് യൂണിവേഴ്സിൻ്റെ ബ്ലെസ്സിങ്സോടു കൂടി നമ്മൾ കാർഡ് ഷഫിൾ ചെയ്യാൻ പോവാണ്. നമ്മൾ നോക്കുന്നത് നിങ്ങളുടെ എനർജിയും നിങ്ങളുടെ പേഴ്സൻ്റെ എനർജിയുമാണ്, കറൻറ്റ് ഫീലിങ്സ് ആണ്. അതിന് മുന്നേ ഒരു കാര്യം പറയാനുള്ളത്, ഈ റീഡിംഗ് എന്ന് പറയുമ്പോൾ ടൈംലെസ് റീഡിംഗ് ആണ്, ജനറൽലെസ് റീഡിംഗ് ആണ്, ജനറൽ റീഡിംഗ് ആണ്. നിങ്ങൾ എപ്പോൾ കാണുന്നുവോ അപ്പോൾ മുതൽ നിങ്ങളുടെ ലൈഫിലേക്ക് വരടെ വരുന്ന റീഡിംഗ് ആണ്. നമുക്ക് നോക്കാം. ടൈം കാർഡ് ഉണ്ട്, ടാരോ കാർഡ് ഉണ്ട്, ഒറക്കിൾ ഡെക്ക് ഉണ്ട്. നിങ്ങളുടെ എനർജിയും നിങ്ങളുടെ പേഴ്സൻ്റെ എനർജിയും നമുക്ക് നോക്കാം. നമുക്ക് ആദ്യം തന്നെ ടാരോ കാർഡ് എടുക്കാം. ഓക്കെ, പോസിറ്റീവ് തിങ്കിങ് ആണ് ആവശ്യം. നിങ്ങളും നിങ്ങളുടെ പേഴ്സണും സെപ്പറേഷനിലാണ്, നോ കോണ്ടാക്റ്റിലാണെങ്കിൽ ഇവിടെ എന്നിലേക്ക് തിരിച്ചു വന്നു എന്ന് കരുതണം. യൂണിവേഴ്സ് എനിക്ക് ആ വ്യക്തിയെ തിരിച്ചു തന്നു, അതിന് താങ്ക് യു പറയണം. ഗ്രാറ്റിറ്റ്യൂഡ് എത്ര പറയാൻ പറ്റുമോ അത്രയും പറയാം. അതിനേക്കാളും പവർഫുൾ ആയിട്ടുള്ള മന്ത്രം ഇല്ല. ആദ്യത്തെ കാർഡ് കിട്ടിയിട്ടുള്ളത് സ്ട്രെങ്ത് ആണ്, നിങ്ങളുടെ എനർജിയാണ്. സെക്കൻഡ് കാർഡ് കണ്ടോ, കിങ് ഓഫ് കപ്സ് കാർഡാണ്, അതും റിവേഴ്സ് ആണേ. ഒരു 5 കാർഡ് എടുത്തിട്ട് നമുക്ക് വായിക്കാം. മൂന്നാമത്തെ കാർഡ് ദ എംപ്രസ് ആണ്. നാലാമത്തെ കാർഡ് 10 ഓഫ് സോർട്സ് കാർഡാണ്. കാണുന്നില്ലേ? അഞ്ചാമത്തെ കാർഡ് എന്താണ്? മജീഷ്യനാണ്, അത് റിവേഴ്സ് വന്നിട്ടുള്ളത്. ആദ്യം നമുക്ക് 5 കാർഡ് എടുത്തിട്ട് പിന്നെ നമുക്ക് വേണമെങ്കിൽ കാർഡ് എടുക്കാം, നോക്കാം, എനർജി നോക്കിയിട്ട് എടുക്കാം. ഓക്കെ, ഇപ്പോൾ ഓരോ കാർഡും ഞാൻ നിങ്ങൾക്കായിട്ട് വായിക്കാൻ പോവുകയാണ്. പോസിറ്റീവ് തിങ്കിങ് ആണ് ആവശ്യം. യൂണിവേഴ്സിൻ്റെ ബ്ലെസ്സിങ്സ് നിങ്ങൾക്ക് ഉണ്ടെന്ന് കരുതല്ല, ഉണ്ട്. അതുകൊണ്ടാണ് ഇന്ന് നിങ്ങൾ റീഡിങ് പോലും കാണുന്നത്. ഒരുപാട് പേര് മെസ്സേജ് ചെയ്യുന്നുണ്ട് കേട്ടോ. ഒരു ദിവസം റീഡിംഗ് ഇല്ല വെച്ച് കഴിഞ്ഞാൽ കുറേ പേർക്ക് വിഷമമാണ്, പേഴ്സണലായിട്ട് മെസ്സേജ് ചെയ്യും, നിംസേ ഇന്ന് മെസ്സേജ് ഇല്ലല്ലോ എന്ന് പറഞ്ഞിട്ട്. നിംസ് എന്ന് കേൾക്കുമ്പോൾ എനിക്ക് വളരെ സന്തോഷമാണ്. എനിക്ക് മാം എന്ന് വിളിക്കുന്നതിനേക്കാൾ ഇഷ്ടം നിംസ് എന്ന് വിളിക്കുന്നതാണ്. ഞാൻ നിങ്ങളിൽ ഒരാളാണ്. നിംസ് എന്നാണ് എനിക്ക് കൂടുതൽ ഇഷ്ടം. എല്ലാവരും എന്നെ നിംസ് എന്ന് വിളിച്ചാൽ മതി കേട്ടോ. മാം എന്നുള്ള വിളി എനിക്ക് അത്ര താല്പര്യമില്ല. ഓക്കെ, നമുക്ക് ഓരോ കാർഡിൻ്റെ മീനിങ്ങിലേക്ക് പോവാം. സ്ട്രെങ്ത് കാർഡാണ് ആദ്യം കിട്ടിയിട്ടുള്ളത്. നിങ്ങളുടെ എനർജിയാണെന്ന് പറഞ്ഞല്ലോ. എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ വ്യൂവർക്ക് ഇന്നത്തെ ദിവസം വളരെ പോസിറ്റീവായിട്ടുള്ള ദിവസമാണ്. ഒരു കറേജ് കിട്ടിയതുപോലെ നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. നിങ്ങൾ മാക്സിമം എനർജി നിങ്ങളിലേക്ക് എടുത്തുകൊണ്ട് നിങ്ങൾ ഇന്ന് ഒരു കാര്യം ചെയ്യുന്നുണ്ട്. നിങ്ങൾ എന്തൊരു കാര്യം ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ട്. ഗ്രേസ്ഫുൾ ലീഡർഷിപ്പ് എന്നാണ് ഈ കാർഡ് പറയുന്നത്. ഗിഫ്റ്റഡ് ഹീലർ എന്നും പറയുന്നു. മറ്റുള്ളവർക്ക് ആശ്വാസം കൊടുക്കാനായിട്ട്, അല്ലെങ്കിൽ അങ്ങനെ ഒരു മനസ്സിനെയാണ് കാണിക്കുന്നത്. നിങ്ങളുടെ പ്രസൻസ്, നിങ്ങളുടെ വേ ഓഫ് ടോക്ക് എന്ന് പറയുന്നത് മറ്റുള്ളവർക്ക് ആശ്വാസം കൊടുക്കുന്നതാണ്, സാന്ത്വനിപ്പിക്കുന്നതാണ്. ഇവിടെ ഈ പിക്ചർ നോക്കി തന്നെ മനസ്സിലാകുന്നത് മറ്റുള്ളവരെ പേടിപ്പെടുത്തുന്ന ഒരു സിംഹം. ഓക്കെ, ആ ഒരു സിംഹത്തിനെ പോലും ശാന്തമാക്കാനായിട്ട് നിങ്ങൾക്ക് കഴിയുമെന്നാണ്. നിങ്ങളുടെ സംസാര രീതിയായിരിക്കാം, നിങ്ങളുടെ ആ ഒരു ക്യാരക്ടറായിരിക്കാം മറ്റുള്ളവർക്ക് വളരെ ആശ്വാസമാണ്. മനസ്സിലാവുന്നുണ്ടോ? അങ്ങനെ നിങ്ങളുടെ എനർജി എന്ന് പറയുന്നത് നിങ്ങൾ ഇത് തിരിച്ചറിഞ്ഞുകൊണ്ട് നിങ്ങൾ മുന്നോട്ട് നോക്കുകയാണ്, നിങ്ങളുടെ ലൈഫിനെ കാണുകയാണ്. ഇവിടെ മറ്റുള്ളവരുടെ മുന്നിൽ ഞാൻ തോറ്റു കൊടുത്താൽ ശരിയാവില്ല, എന്തിനു വേണ്ടിയിട്ടാണോ ഞാൻ ഇന്ന് വേദനിക്കുന്നത്, അങ്ങനെ ഞാൻ വേദനിച്ചിരുന്നു കഴിഞ്ഞാൽ എനിക്ക് മാത്രമാണ് വേദനിക്കുക, ചുറ്റുമുള്ളവർക്കൊന്നും വേദനിക്കില്ല. ഇന്ന് ഞാൻ എൻ്റെ ലൈഫിനെ കാണണം. അങ്ങനെ നിങ്ങളുടെ ലൈഫിനെ കണ്ടുകൊണ്ട് നിങ്ങളുടെ ഇഷ്ടങ്ങൾ ഫോളോ ചെയ്യുന്ന ഒരു എനർജിയാണ് കാണിക്കുന്നത്. നിങ്ങൾ എന്തൊരു കാര്യം ചെയ്യുന്നുണ്ട്, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടൊരു കാര്യം ചെയ്യുന്നുണ്ട്, പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്തുകൊണ്ട് നിങ്ങൾ ചെയ്യുന്ന ഒരു കാര്യത്തെ യൂണിവേഴ്സ് ഇന്നിവിടെ കാണിച്ചു തരാണ്. ഓക്കെ, അപ്പോൾ യൂണിവേഴ്സിൻ്റെ ഒരു ബ്ലെസ്സിങ്സ് നിങ്ങൾക്കുള്ളതായിട്ട് തന്നെയാണ് ആദ്യത്തെ കാർഡ് പറയുന്നത്. ഇവിടെ നിങ്ങളിലേക്കൊരു ഗുഡ് ന്യൂസാണ് കാണിക്കുന്നത്. നിങ്ങൾ സ്ട്രെങ്ത് എടുത്തുകൊണ്ട്, കറേജ് എടുത്തുകൊണ്ട്
ഫോർവേഡ് എന്നാണ് ഈ കാർഡ് പറയുന്നത്. മുന്നോട്ട് തന്നെ പോവുക. നിങ്ങളുടെ ഓരോ ചുവടും, നിങ്ങൾ ചെയ്യുന്ന ഓരോ കാര്യവും യൂണിവേഴ്സ് എന്നിലേക്ക് നല്ലതിന് വേണ്ടിയിട്ടാണെന്ന് ചിന്തിക്കുക. പോസിറ്റീവ് തിങ്കിങ് ലൈഫിലേക്ക് കൊണ്ടുവന്നുകൊണ്ട് നിങ്ങളുടെ ഇഷ്ടങ്ങളെ ഫോളോ ചെയ്യാൻ യൂണിവേഴ്സ് പറയുകയാണ്. നെക്സ്റ്റ് കാർഡ് നോക്കാം. ഈ കാർഡ് ഇവിടെ വെക്കുകയാണ്. ഇവിടെ കിങ് ഓഫ് കപ്സ് കാർഡ് റിവേഴ്സാണ് വന്നിട്ടുള്ളത്. ഇവിടെ പറയുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ, കുറച്ച് ദിവസമായിട്ട് നിങ്ങളിൽ ഒരു നെഗറ്റീവ് എനർജി ഫീൽ ചെയ്യുന്നുണ്ട്. എന്തെന്നറിയില്ല, ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് പോലും സങ്കടപ്പെടുക, ദേഷ്യപ്പെടുക, ഹെഡേക്ക് പോലുള്ള കാര്യങ്ങൾ ഉണ്ടാവുക, എനർജി നഷ്ടപ്പെട്ടതുപോലെ തോന്നുക. ഇന്നത്തെ എനർജി അല്ല കേട്ടോ, കുറച്ച് ദിവസമായിട്ടുണ്ടായിട്ടുള്ള കാര്യമാണ്. ഇന്ന് നിങ്ങൾക്ക് മാറ്റം തന്നെയാണ്. സ്ട്രെങ്ത് കാർഡാണ് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ 2 ദിവസം മുന്നത്തെ കാര്യമാണ് ഈ കാർഡ് പറയുന്നത്. ഇവിടെ ഒരു കാര്യം കൂടി ഉണ്ട്. നിങ്ങൾ അവിടെ നിന്നാണ് ഒരു ഡിസിഷൻ എടുത്തിട്ടുള്ളത്. ഡിവൈൻ നിങ്ങളിലേക്ക് ഒരു ബ്ലെസ്സിങ്സ് തന്നിട്ടുള്ളത്. ഞാനിങ്ങനെ വിഷമിച്ചിരുന്നാൽ പറ്റില്ല, തോറ്റു കൊടുത്താൽ പറ്റില്ല, തളർന്നിരുന്നാൽ പറ്റില്ല. എനിക്ക് എൻ്റെ കാര്യങ്ങൾ ഫോക്കസ് ചെയ്യണം. യൂണിവേഴ്സ് എനിക്ക് ബ്ലെസ്സിങ്സ് തരൂ, എനർജി തരൂ. ഇന്നലെ നൈറ്റ് മുതൽ നിങ്ങളിലേക്ക് പോസിറ്റീവ് എനർജി വന്നിട്ടുണ്ട്, പോസിറ്റീവ് ഫീലിങ്സ് വന്നിട്ടുണ്ട്. നിങ്ങൾ നിങ്ങളെ തന്നെ സംരക്ഷിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. അതുതന്നെയാണ് ഇന്ന് നിങ്ങൾക്ക് വന്നിട്ടുള്ള മാറ്റവും. ഇന്ന് നിങ്ങൾ വളരെ കറേജോട് കൂടിയിട്ട്, എനർജറ്റിക് ആയിട്ട്, സ്ട്രെങ്ത് ആയിട്ട് നിങ്ങളുടെ കാര്യങ്ങൾ ചെയ്തു പോകുന്നു. അപ്പോൾ നിങ്ങളോട് യൂണിവേഴ്സ് പറയുന്നത്, ഇന്നത്തെ ദിവസം എങ്ങനെയാണ് നിങ്ങൾക്ക് അതുപോലെ തന്നെ മുന്നോട്ട് പോവുക. കഴിഞ്ഞു പോയതിനെ ഓർത്ത് നിങ്ങൾ വേദനിക്കരുത് എന്ന് തന്നെയാണ് യൂണിവേഴ്സ് പറയുന്നത്. പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്താൽ നമ്മളിലേക്ക് എല്ലാം പോസിറ്റീവായിട്ട് വരും. നമ്മൾ നെഗറ്റീവായിട്ട് തിങ്ക് ചെയ്താൽ നമ്മുടെ മൈൻഡ് അത് റീഡ് ചെയ്യും. പിന്നെ നമുക്ക് ചുറ്റും സന്തോഷമുള്ള കാര്യങ്ങൾ നടന്നാൽ പോലും നമുക്കതൊന്നും ശ്രദ്ധിക്കാൻ പറ്റില്ല. നമുക്ക് സങ്കടം തന്നെ ഉണ്ടാവുള്ളൂ. നമ്മൾ പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്ത് നമ്മൾ ഭയങ്കര ഹാപ്പി ആയിട്ടിരിക്കുകയാണ്, നമ്മൾ നല്ല നല്ല കാര്യങ്ങൾ ചെയ്യുക, എനർജറ്റിക് ആയിട്ട് പോവുകയാണെങ്കിൽ നമ്മളോട് തന്നെ നമ്മൾ ചെയ്യുന്ന നീതിയാണത്. അവിടെ നമ്മുടെ മൈൻഡ് എന്താ പറയുന്നത്, ഞാൻ പോസിറ്റീവായിട്ടുള്ളൊരു വ്യക്തിയാണ്, എനിക്ക് എന്തൊക്കെയോ ചെയ്യാനുണ്ട്. ആ ഒരു സാധ്യതയാണ് യൂണിവേഴ്സ് കാണിച്ചു തരുന്നത്. അപ്പം നിങ്ങൾക്ക് തന്നെ ഒരു എനർജി കിട്ടും അല്ലേ? അങ്ങനെയാണ് യൂണിവേഴ്സ് ഇവിടെ കാർഡ്സിലൂടെ പറയുന്നത്. അപ്പോൾ നിങ്ങളിലേക്ക് ബ്ലെസ്സിങ്സ് തന്നെയാണ്. ഇന്നത്തെ ദിവസം എങ്ങനെയാണോ അതുപോലെ തന്നെ മുന്നോട്ട് പോവാൻ യൂണിവേഴ്സ് പറയുന്നു. കഴിഞ്ഞു പോയതിനെ ഓർത്ത് നിങ്ങൾ വിഷമിക്കേണ്ട. എംപ്രസ് കാർഡ് നിങ്ങളുടെ പേഴ്സൻ്റെ എനർജിയാണ്. ഇവിടെ നിങ്ങൾ പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്യുക. കഴിഞ്ഞ ദിവസത്തെ പോലെയല്ല, ഇന്നത്തെ പോലെ നിങ്ങൾ പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ പേഴ്സണ് അവിടെ യൂണിവേഴ്സ് മാറ്റം കൊടുത്തിട്ടുണ്ട്. അവർ തിങ്ക് ചെയ്യാൻ എന്താണെന്നറിയോ? എന്താണ്? നിങ്ങളെ ഒരു ദേവതയായിട്ട്, ഒരു ഡിവൈൻ എനർജി ആയിട്ട് അവർക്ക് ഫീൽ ചെയ്യാണ്. ഇവിടെ എംപ്രസ് കാർഡ് പറയുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ, നിങ്ങളോട് അവർക്ക് തോന്നുന്നത് അൺകണ്ടീഷണൽ ലവ് ആണ്. നിങ്ങൾ പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്ത് നിങ്ങൾ എനർജറ്റിക്കായിട്ട് നിങ്ങളുടെ കാര്യങ്ങൾ ചെയ്യുന്ന ആ ഒരു നിമിഷം മുതൽ നിങ്ങളിലേക്ക് അബഡൻസ് ആണ് കാണിക്കുന്നത്. എല്ലാ രീതിയിലുള്ള അബഡൻസ്. അത് സാമ്പത്തികമാകാം, നിങ്ങളുടെ പേഴ്സൻ്റെ ഇമോഷൻസ് ആവാം. അവിടെയും പുരോഗതി സംഭവിക്കും, മാറ്റം സംഭവിക്കും. അപ്പോൾ നിങ്ങളോട് അത്രയേറെ ഇഷ്ടം അവർക്ക് തോന്നുകയാണ്. ഒരു ഡിവൈൻ എനർജി ആയിട്ട് ഫീൽ ചെയ്യുകയാണ്. നിങ്ങളെ വളരെ പോസിറ്റീവായിട്ട് അവർ തിങ്ക് ചെയ്യുന്നു. നിങ്ങളെക്കുറിച്ചുള്ള ഓർമ്മകൾ അവരിലേക്ക് വരികയാണ്. ഇവിടെ യൂണിവേഴ്സിൻ്റെ ബ്ലെസ്സിങ്സ് ഉള്ളതായിട്ട് തന്നെയാണ് പറയുന്നത്. പോസിറ്റീവ് തിങ്കിങ്ങോട് കൂടിയിട്ട് നിങ്ങൾ സെൽഫ് ലവ് ചെയ്തുകൊണ്ട് നിങ്ങളുടെ കാര്യങ്ങൾ നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ ഡിവൈൻ, നിങ്ങളുടെ പ്രപഞ്ച ശക്തി എന്ത് ചെയ്യുന്നറിയോ? അവിടെ നിങ്ങളുടെ പേഴ്സണ് മാറ്റം കൊടുക്കുകയാണ്. അവർക്ക് നിങ്ങളോട് അത്രയേറെ പ്രണയമാണ് തോന്നുന്നത്, അത്രയേറെ ഇഷ്ടമാണ് തോന്നുന്നത്. അതവർ പ്രകടിപ്പിക്കും. അതവർ തിരിച്ചറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അവരിൽ മാറ്റം സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത് വളരെ പോസിറ്റീവായിട്ടുള്ള കാര്യം തന്നെയാണ് യൂണിവേഴ്സ് കാണിച്ചു തരുന്നത്. ഇവിടെ നിങ്ങളെക്കുറിച്ച് അവർ ചിന്തിക്കുന്നതെന്ന് അറിയോ? ഒരു അമ്മയുടെ ഉദരത്തിൽ ഒരു കുഞ്ഞ് എങ്ങനെയായിരുന്നു, ഒരു അമ്മ എങ്ങനെ കുഞ്ഞിനെ പ്രൊട്ടക്റ്റ് ചെയ്യാം, അതുപോലെ ആയിരുന്നു നിങ്ങൾ. അവർക്ക് അങ്ങനെ ആയിരുന്നു. പാസ്റ്റിൽ നിങ്ങളെന്ന് പറയുന്ന വ്യക്തി അങ്ങനെയായിരുന്നു എന്ന് അവർ ചിന്തിക്കുകയാണ്. നിങ്ങളുടെ സംസാര രീതി, നിങ്ങളവരെ കെയർ ചെയ്തിരുന്ന കാര്യങ്ങൾ, നിങ്ങളുടെ സ്നേഹം, അതൊക്കെ അവർ തിരിച്ചറിയാണ്. അപ്പോൾ യൂണിവേഴ്സ് പറയുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ, നിങ്ങളെ അത്രയേറെ അവർ ഇഷ്ടപ്പെടുന്നു, നിങ്ങളെ അത്രയേറെ അവർക്ക് മിസ് ചെയ്യുന്നു. അവർ നിങ്ങളിലേക്ക് അത്രയേറെ പ്രണയം തരാനായിട്ട് ഒരുങ്ങിയിരിക്കുന്നു. ഇവിടെ നിങ്ങളുടെ സ്നേഹം തിരിച്ചറിയുമ്പോൾ
നിങ്ങളുമായിട്ടുള്ള നല്ല നിമിഷങ്ങളെ ഓർത്തെടുക്കുമ്പോൾ അവർക്കൊരു പോസിറ്റീവ് എനർജിയാണ് ഫീൽ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ സ്നേഹിച്ചത് ആത്മാർത്ഥമായിട്ടാണെന്ന് ഡിവൈൻ എനർജി അവർക്ക് മനസ്സിലാക്കി കൊടുക്കുകയാണ്. ഈ കാർഡ് എന്താണെന്നറിയോ? 10 ഓഫ് സോർട്സ് കാർഡ് നിങ്ങളുടെ എനർജിയാണ്. എന്താണ്? നിങ്ങൾക്ക് ചുറ്റും വേദനകളായിരുന്നു ഉണ്ടായിരുന്നിട്ടുള്ളത്. എവിടെ നോക്കിയാലും നിങ്ങൾക്ക് ശരങ്ങളേൽക്കാൻ പറയില്ലേ? എവിടെ നോക്കിയാലും കുത്തുപാടുകൾ, വേദനകൾ, ഒന്നും ചെയ്താൽ ശരിയാവില്ല. എന്നാൽ നിങ്ങൾ പോസിറ്റീവ് തിങ്കിങ്ങോട് കൂടിയിട്ട് നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്ത് തുടങ്ങിയ ആ നിമിഷം മുതൽ, പ്രയേഴ്സ് ചെയ്തു തുടങ്ങിയ ആ നിമിഷം മുതൽ നിങ്ങളുടെ വേദന, നിങ്ങളുടെ പെയിൻസ് എന്താകുന്നു എന്നാണ് പറയുന്നത്. യൂണിവേഴ്സ് നിങ്ങളുടെ കൂടെ ഉണ്ടെന്നാണ് പറയുന്നത്. ഇനി നിങ്ങൾക്ക് പേടിക്കേണ്ടതായിട്ടുള്ള ആവശ്യമൊന്നുമില്ല, ആരും ഭയക്കേണ്ടതായിട്ടുള്ള ആവശ്യമില്ല. ഇവിടെ നിങ്ങൾ ആഗ്രഹിക്കുന്ന നിങ്ങളുടെ പേഴ്സൻ്റെ എനർജിയാണ് ഇവിടെ കാണിക്കുന്നത്. അവർക്ക് നിങ്ങൾ അത്രയേറെ ഇഷ്ടം തോന്നുന്നുണ്ട്. അവർ നിങ്ങളിലേക്ക് വരുവാനായിട്ട് ഒരുങ്ങുമ്പോൾ നിങ്ങൾക്ക് പോസിറ്റീവായിട്ടുള്ള എനർജി നിങ്ങൾക്ക് ചുറ്റുണ്ടാവും. നിങ്ങൾക്ക് തന്നെ ഇപ്പോൾ ഫീൽ ചെയ്യുന്നുണ്ടാവാം, എന്തൊക്കെയോ പോസിറ്റീവ് എന്നിൽ സംഭവിക്കാൻ പോകുന്നുണ്ട്, ഒരു മാറ്റം സംഭവിച്ചു കൊണ്ടിരിക്കുകയാണ്, ഞാൻ ആഗ്രഹിച്ചതുപോലെ ഒരു ലൈഫ് എന്നിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ യൂണിവേഴ്സ് നിങ്ങളുടെ കൂടെയുണ്ടെന്ന് തന്നെയാണ് പറയുന്നത്. നിങ്ങളുടെ വേദന ഉണ്ടാകുന്നു, നിങ്ങൾക്ക് പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്യുക, മുന്നോട്ട് പോവുക. ഇന്ന് നിങ്ങൾക്ക് കിട്ടിയിട്ടുള്ള കറേജ് നിങ്ങൾ നഷ്ടപ്പെടുത്താതെ നോക്കുക കേട്ടോ. ഇവിടെ എന്താ കിട്ടിയിട്ടുള്ളത്? മാജിഷ്യൻ കാർഡ് റിവേഴ്സാണ്. നോക്കാം. ഇവിടെ യൂണിവേഴ്സ് പറയുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ, നിങ്ങളുടെ എനർജി തന്നെയാണ്. നിങ്ങൾ മുന്നേ നിങ്ങളുടെ കഴിവുകൾ ഉപയോഗിക്കാതെ വെച്ചിരിക്കുകയായിരുന്നു. നിങ്ങളിലേക്കുള്ള സാധ്യതകൾ നിങ്ങൾ മനസ്സിലാക്കാതെ പോയിരുന്നു. ഇവിടെ നിങ്ങളോട് യൂണിവേഴ്സ് പറയുന്നത്, നിങ്ങളിലെ സാധ്യതകളെ, നിങ്ങളുടെ കഴിവുകളെ നിങ്ങൾ സംശയിക്കേണ്ട. ഓക്കെ, നിങ്ങൾ ശ്രദ്ധയോട് കൂടിയിട്ട് നിങ്ങളിലേക്ക് തന്നെ നോക്കുക. ഇവിടെ നിങ്ങളിലേക്ക് തടസ്സങ്ങൾ ഉണ്ടായിട്ടുണ്ട്, ആ തടസ്സങ്ങൾ മാറുന്നു എന്നാണ് യൂണിവേഴ്സ് പറയുന്നത്. ഇവിടെ ശ്രദ്ധയില്ലാതെയാണ് നിങ്ങൾക്ക് പലതും നഷ്ടപ്പെട്ടിട്ടുള്ളത്. ഇനി നിങ്ങളത് നഷ്ടപ്പെടുത്തിക്കൂടാ എന്ന് യൂണിവേഴ്സ് പറയാണ്. യൂണിവേഴ്സ് ആയിട്ട് തന്നെ നിങ്ങളിലേക്ക് തന്നിട്ടുള്ള ഊർജത്തെയാണ് കാണിക്കുന്നത്. നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്തിട്ടുള്ള നിങ്ങളുടെ പവറിനെ, നിങ്ങളുടെ ആഗ്രഹത്തെ യൂണിവേഴ്സ് കാണിച്ചു തരികയാണ്. നിങ്ങൾക്ക് ഇഷ്ടമുള്ളതുപോലെ പ്രവർത്തിക്കുക എന്നാണ് യൂണിവേഴ്സ് പറയുന്നത്. അപ്പോൾ മാക്സിമം എനർജി എടുത്തുകൊണ്ട് നിങ്ങളോട് യൂണിവേഴ്സ് പറയുന്നത് എന്താണ്? പ്രവർത്തിക്കുക, നിങ്ങളുടെ കഴിവിനെ മനസ്സിലാക്കുക, മാക്സിമം പൊട്ടൻഷ്യൽ എടുക്കുക. ഇവിടെ ഹാർഡ് വർക്ക് ചെയ്യുന്ന നിങ്ങളുടെ എനർജി തന്നെയാണ് കാണിക്കുന്നത്. ഇന്നത്തെ എനർജി എന്ന് പറയുന്നത് എന്താണ്? സ്ട്രെങ്ത് ആണ് ആദ്യം കിട്ടിയിട്ടുള്ള കാർഡ്. ഇത് നിങ്ങൾ നഷ്ടപ്പെടുത്താതെ സൂക്ഷിക്കാൻ പറയുകയാണ്. ഇന്ന് എനിക്കും വളരെ പോസിറ്റീവായിട്ട് ഫീൽ ചെയ്യുകയാണ്. കാരണം നിങ്ങൾ തോറ്റു പോകരുതെന്ന് ഞാനും ചിന്തിക്കുന്നുണ്ട്. ഈ കാർഡുമായിട്ട് കണക്റ്റ് ചെയ്തിട്ട് നമുക്ക് എന്തെടുക്കാം? ഓറക്കിളിലേക്ക് എടുക്കാം. നോക്കാം. നിങ്ങളിലേക്ക് യൂണിവേഴ്സിന്റെ ബ്ലെസ്സിങ്സ് തന്നെയാണ് കാണിക്കുന്നത് കേട്ടോ. ഒരു ടെൻഷനും വേണ്ട. ഓക്കെ, ഒത്തിരി പേർക്ക് അവരുടെ ആഗ്രഹങ്ങളൊക്കെ സാധിച്ചിട്ടുണ്ട്. പേഴ്സണൽ റീഡിങ്ങിന് വന്നവരുടെ കാര്യം പറയുന്നേ. ഒത്തിരി പേര് മെസ്സേജ് ചെയ്യുന്നുണ്ട്. അതുപോലെ നിങ്ങൾക്കും നടക്കും. അഞ്ച് കാർഡ് എടുത്ത് വെച്ചിട്ടുണ്ട്. എന്നിട്ട് വേണമെങ്കിൽ നമുക്ക് കാർഡ്സ് വീണ്ടും എടുക്കാം. ക്ലാരിറ്റി കിട്ടിയിട്ടില്ല എങ്കിൽ നമുക്ക് വീണ്ടും എടുക്കാം. ഓക്കെ, ആദ്യത്തെ കാർഡ് കിട്ടിയിട്ടുള്ളത് ഗോസിപ്പാണ്. അല്ലല്ലോ, ആദ്യത്തെ കാർഡ് ഗോസിപ്പ് അല്ലല്ലോ. സാരല്ല, നമുക്ക് പറയാം. ആദ്യത്തെ കാർഡ് ഗോസിപ്പായിട്ട് പറയാം. ഐ എം അഫ്രൈഡ് ഓഫ് വാട്ട് അതർ പീപ്പിൾ വിൽ തിങ്ക്. നിങ്ങളുടെ പേഴ്സൻ്റെ എനർജിയാണ്. കാണുന്നുണ്ടോ? അവർ ഭയപ്പെട്ടിരുന്നത് എന്താണ്? ഗോസിപ്പിനെ തന്നെയാണ്. മറ്റുള്ളവർ എന്തു പറയും, ഓക്കെ, എന്ത് ചിന്തിക്കും, അത് നിങ്ങൾക്കറിയാവുന്നൊരു കാര്യമാണ്. ഇന്നലെ നമുക്കിത് കിട്ടിയിട്ടുണ്ടായിരുന്നു ഈ കാർഡ്. അപ്പോൾ അവർ ഭയപ്പെട്ടിരുന്നൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഗോസിപ്പ് തന്നെയാണ്. സെക്കൻഡ് കാർഡ് കമ്മിറ്റ്മെൻ്റ് ആണ്.
ഓക്കെ, അപ്പോൾ നിങ്ങളുടെ പേഴ്സൺ എന്താ പറയുന്നത്? ഐ വാണ്ട് യു ടു ബി എ പാർട്ട് ഓഫ് മൈ ഫ്യൂച്ചർ. അവർ നിങ്ങളെ ക്ഷണിക്കുകയാണ്, അവർ മനസ്സിലാക്കുകയാണ് നിങ്ങളാണ് അവരുടെ ഫ്യൂച്ചർ എന്ന്. പോസിറ്റീവായിട്ട് തന്നെയാണ് കാർഡ്സ് പറയുന്നത് കേട്ടോ. യൂണിവേഴ്സ് അവരിൽ മാറ്റം കൊണ്ടുവന്നിട്ടുണ്ട്, നിങ്ങളില്ലാതെ പറ്റില്ല എന്ന് അവർ തിരിച്ചറിയുന്നുണ്ട്. റെസിപ്രോസിറ്റിയാണ് കിട്ടിയിട്ടുള്ളത്. ഐ വാണ്ട് ടു ഹാവ് ഈക്വൽ ഗിവ് ആൻഡ് ടേക്ക്. അപ്പോൾ അവർ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ തുല്യത വേണമെന്നാണ്. തുല്യത വേണമെന്ന് പറഞ്ഞാൽ എന്താണ്? നിങ്ങളിലേക്ക് അവർ വന്നു കഴിഞ്ഞാൽ രണ്ടുപേരും ഒരുപോലെ തന്നെ ചിന്തിക്കുക, ഒരുപോലെ തന്നെ പ്രവർത്തിക്കുക. ഒരാൾക്ക് മുകളിൽ ഒരാൾ വേണ്ട. അങ്ങനെ ചിലപ്പോൾ ഒരു ഇഷ്യൂ ഉണ്ടായിട്ടുണ്ടാവാം. മനസ്സിലാവുന്നുണ്ടോ? നിങ്ങൾക്കറിയാലോ എന്തിനാണ് നിങ്ങൾ തമ്മിൽ ഇഷ്യൂ ഉണ്ടായിട്ടുണ്ടാവാന്ന്. അപ്പോൾ ഒരാൾക്ക് ചിലപ്പോൾ കുറച്ചും കൂടി എല്ലാ കാര്യത്തിലും കുറച്ച് ഉയർച്ചയും കാര്യങ്ങളൊക്കെ ഉണ്ടാവാം, ഒരാൾക്ക് കുറച്ച് താഴ്ചയും കാര്യങ്ങളൊക്കെ ഉണ്ടാവാം. എഡ്യൂക്കേഷൻ ആവാം, കരിയർ ആവാം. അപ്പോൾ ലൈഫിലെ ഉയർച്ച താഴ്ചകൾ രണ്ടുപേർക്കും ഒരുപോലെ ആയിരിക്കില്ല ഉണ്ടായിട്ടുണ്ടാവുക. അപ്പോൾ അതിനെ ചൊല്ലിയിട്ട് നിങ്ങൾ ഏതെങ്കിലും ഇഷ്യൂ വന്നിട്ടുണ്ടാവാം. അപ്പോൾ ഇനി ഈക്വൽ ഒരു ഗിവ് ആൻഡ് ടേക്ക് വേണമെന്നാണ് അവർ പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് കാർഡ് ഷാഡോ സൈഡാണ്. യു മെയ്ഡ് മീ റിയലൈസ് മൈ ഫ്ലോസ്. ഓക്കെ, നിങ്ങളുടെ പേഴ്സണ് കുറേ കാര്യങ്ങൾ ഇപ്പോൾ മനസ്സിലാവാണ്. അപ്പോൾ നിങ്ങളാണ് അവരുടെ പോരായ്മകൾ മനസ്സിലാക്കി കൊടുത്തിട്ടുള്ളത്. അവർ ചിന്തിച്ചിട്ടുണ്ടാവേ അവർക്ക് എല്ലാം കൊണ്ടും അവർ വളരെ ഉയർച്ചയിലാണ്. കരിയർ, അവരുടെ എഡ്യൂക്കേഷൻ, അവരുടെ ലൈഫ് സ്റ്റൈല്, ഇതെല്ലാം കൊണ്ടും നിങ്ങളാണ് താഴെ നിൽക്കുന്നത് എന്നവർ ചിന്തിച്ചിട്ടുണ്ടാവാം. പക്ഷേ നിങ്ങളുമായിട്ടുള്ള ഈ ഒരു സെപ്പറേഷൻ നോ കോണ്ടാക്റ്റ് ആണ് നിങ്ങളെന്ന വ്യക്തിയുടെ വാല്യൂ, മഹത്വം അവരിലേക്ക് തിരിച്ചറിയപ്പെട്ടിട്ടുള്ളത്. ഇന്ന് നിങ്ങൾ നിങ്ങളിലെ പോരായ്മകൾ തിരിച്ചറിഞ്ഞുകൊണ്ട് അതിനെ ഫില്ല് ചെയ്യാണ്. അത് നിങ്ങളുടെ പേഴ്സൺ അറിയുന്നുണ്ട്. നിങ്ങളത് ഫില്ല് ചെയ്യുമ്പോൾ, നിങ്ങൾ ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോൾ, നിങ്ങളുടെ ഇഷ്ടങ്ങൾ നിങ്ങൾ ചെയ്യുമ്പോൾ അത് അവർ മനസ്സിലാക്കുകയാണ്. അപ്പോൾ അവർ തിരിച്ചറിയുന്നത് എന്താണെന്നറിയോ? അവരിലെ പോരായ്മകളെയാണ്. എന്തിനു വേണ്ടിയിട്ടാണ് ഞാൻ എൻ്റെ പേഴ്സണെ ഇത്രത്തോളം മാറ്റി നിർത്തിയിട്ടുള്ളത്? ഇവിടെ നിങ്ങളെന്ന വ്യക്തിയുടെ കഴിവിനെ മനസ്സിലാക്കുമ്പോൾ, നിങ്ങൾ ചെയ്യുന്ന ഒരു എഫേർട്ടിനെ മനസ്സിലാക്കുമ്പോൾ അവരുടെ എന്താ പറയുക, തട്ടെന്ന് പറയില്ലേ, അതിപ്പോൾ താന്നിരിക്കുകയാണ്. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ നിങ്ങളാണ് അവർക്ക് കുറേ കാര്യങ്ങൾ മനസ്സിലാക്കി കൊടുത്തിട്ടുള്ളത്, അവരുടെ പോരായ്മകൾ മനസ്സിലാക്കി കൊടുത്തിട്ടുള്ളത് എന്ന് അവരിപ്പോൾ തിരിച്ചറിയുന്നുണ്ട്. നെക്സ്റ്റ് കാർഡ് എന്താണ്? അൺഎക്സ്പെക്റ്റഡ് ഔട്ട്കംസ് എന്നാണ്. തിങ്സ് ഡിഡ്ന്റ് ഗോ ദ വേ ഐ പ്ലാൻഡ്. നിങ്ങളുടെ പേഴ്സണൽ എനർജി തന്നെയാണ്. അവർ കുറേ കാര്യങ്ങൾ പ്ലാൻ ചെയ്തിട്ടുണ്ട്, അതുപോലെ ഒന്നും നടന്നിട്ടില്ല എന്നവർ തിരിച്ചറിയാണ്. അതവരുടെ ലൈഫ് തന്നെ ആയിരിക്കാം. നിങ്ങളിൽ നിന്നും അവർ മൂവ് ഓൺ ചെയ്തു പോയ ഒരു സമയം മുതൽ അവർ അവരുടെ കാര്യങ്ങൾ നല്ല രീതിയിൽ പ്ലാൻ ചെയ്തിട്ടുണ്ട്. ഓക്കെ, ആ പ്ലാനിങ് ഒക്കെ അവർക്ക് തടസ്സമായിട്ട് വരികയാണ് ചെയ്തിട്ടുള്ളത്. ഇന്ന് അവരെന്ന വ്യക്തി തിരിച്ചറിയുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ ഡിവൈൻ്റെ എനർജിയാണ്, സ്പിരിച്വലായിട്ടുള്ള ടീച്ചിങ് ആണ്. നമ്മളല്ല നമ്മുടെ ലൈഫ് തീരുമാനിക്കുന്നത്. നമ്മൾ ആരെയൊക്കെ വേദനിപ്പിച്ചിട്ട് എന്തൊക്കെ നേടിയാലും ദൈവത്തിൻ്റെ മുന്നിൽ അത് നേട്ടമാവില്ല. ഇവിടെ പ്രപഞ്ചശക്തിയായിട്ട് തന്നെ തിരിച്ചറിവ് കൊടുത്തിട്ടുള്ള നിങ്ങളുടെ പേഴ്സൻ്റെ എനർജിയാണ് കാണിക്കുന്നത്. എന്തിനു വേണ്ടിയിട്ടാണോ നിങ്ങളെ മാറ്റി നിർത്തിയിട്ടുള്ളത്? നിങ്ങളിലെ കഴിവിനെ. നിങ്ങൾക്കൊന്നുമില്ല വിചാരിച്ചിട്ട് മാറ്റി നിർത്തിയിട്ടുള്ളതാവാം അവരെ വെച്ച് നോക്കുമ്പോഴേ. എന്നാൽ നിങ്ങളാണ് ശരിയെന്ന് അവർ തിരിച്ചറിയാണ്. നമുക്ക് 2 കാർഡും കൂടി എടുത്ത് നോക്കാം. നയൻ ഓഫ് കപ്സ് കാർഡ് നിങ്ങളുടെ എനർജിയാണ്. കിങ് ഓഫ് വാൻഡ്സ് കാർഡ് നിങ്ങളുടെ പേഴ്സൻ്റെ എനർജിയാണ്. നയൻ ഓഫ് വാൻഡ്സ് കാർഡ് പറയുന്നത് നിങ്ങളിലേക്ക് ഗിഫ്റ്റ് വരുന്നു, നിങ്ങളുടെ ഡിസയേഴ്സ് യൂണിവേഴ്സ് കാണുന്നു, നിങ്ങളിലേക്ക് പോസിറ്റീവായിട്ടുള്ള തിങ്കിങ് നിങ്ങൾ എന്ന് കൊണ്ടുവന്നിട്ടുണ്ടോ അന്നു മുതൽ നിങ്ങളിലേക്ക് ബ്ലെസ്സിങ്സ് തന്നെയാണ്. കപ്സ് എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ഇമോഷനെ, നിങ്ങളുടെ പ്രയേഴ്സിനെയാണ് കാണിക്കുന്നത്. വലുതും ചെറുതുമായിട്ടുള്ള നിങ്ങളുടെ ആഗ്രഹങ്ങൾ യൂണിവേഴ്സ് സാധിപ്പിച്ച് തന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം യൂണിവേഴ്സ് നിങ്ങൾക്കുള്ള സമ്മാനം നിങ്ങളിലേക്ക് എത്തിക്കാനായിട്ടുള്ള സമയമായി. നിങ്ങൾ എന്ന് മുതൽ സ്ട്രോങ് ആയി തുടങ്ങിയോ അന്ന് മുതൽ നിങ്ങളിലേക്ക് ബ്ലെസ്സിങ്സ് തന്നെയാണ്. നിങ്ങളുടെ പേഴ്സൻ്റെ എനർജി നോക്കാം. ഇവിടെ കിങ് ഓഫ് വാൻഡ്സ് കാർഡ് റിവേഴ്സ് ആണ്. നിങ്ങളുടെ പേഴ്സൻ്റെ എനർജി എന്ന് പറയുന്നത് ഇന്ന് നിങ്ങളുടെ അനുകമ്പ,
അവർക്ക് ആവശ്യമാണ്. ഇന്ന് നിങ്ങളിലേക്ക് വരുവാനായിട്ട് അമിതമായിട്ട് അവർ ആഗ്രഹിക്കുന്നു. ആ ഒരു ഡിസിഷൻ എന്ന് പറയുന്നത് ഉറച്ചതാണ് എന്ന് യൂണിവേഴ്സ് പറയാണ്. അപ്പം നിങ്ങൾക്ക് പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്യാം. ചെറിയ രീതിയിലുള്ള അഹങ്കാരം ഉണ്ടായിരുന്നെങ്കിൽ അതിനൊരു ശമനം വന്നിട്ടുണ്ട്. ഓക്കെ, യൂണിവേഴ്സ് മാറ്റം വരുത്തിയിട്ടുണ്ട്. ഇനി നമുക്ക് ടൈം കാർഡ് കൂടി നോക്കാം. ഒറക്കൽ ഡെക്ക് എടുക്കണമെങ്കിൽ 2 കൂടി എടുക്കാം. ഓക്കെ, പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്യുക. ഇൻ 28 days, ഇന്നലെ 29 ആയിരുന്നു കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഒരു ദിവസം കുറഞ്ഞു കേട്ടോ. കണ്ടോ, പ്രപഞ്ചശക്തി വളരെ പോസിറ്റീവായിട്ടുള്ള കാർഡ് തന്നെയാണ്. ഇന്നലെ 29, ഇന്ന് 28. പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്യുക. എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ വ്യൂവേഴ്സ് പ്രപഞ്ചശക്തി ഉണ്ടെന്ന് തന്നെയാണ് കരുതേണ്ടത്. ആർക്കെങ്കിലും ഒരു നെഗറ്റീവ് എനർജി ഉണ്ടെങ്കിൽ 2 കാർഡ് കിട്ടുന്നുണ്ട്. വിത്തിൻ 7 months പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്യുന്നവർക്ക് 28 days ആണ്. അല്ല, എൻ്റെ പേഴ്സൺ എന്നിലേക്ക് വരാനായിട്ട് ഇത്രയും ഡിലേ വരുമോ എന്ന് ചിന്തിക്കുന്നവർക്ക് 7 മാസം കൂടിയിട്ടുണ്ട്. അപ് ടു നെക്സ്റ്റ് സെപ്റ്റംബർ എന്ന്. അത് നെഗറ്റീവായിട്ട്, വളരെ നെഗറ്റീവായിട്ട് ചിന്തിക്കുന്നവർക്കാണ് കേട്ടോ ഇത്രയും ലോങ് ആയിട്ട് കിട്ടിയിട്ടുള്ളത്. പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്യുകയാണെങ്കിൽ ആദ്യത്തെ കാർഡ് കണ്ടോ, ഇന്നലെ 29 ആയിരുന്നു, ഇന്ന് കണ്ടോ 28. അല്ലാത്തവർക്ക് ഇങ്ങനെ ഡിലേ വരും കേട്ടോ. 4ാമത്തെ കാർഡിൽ ഇൻ 3 weeks, 3 ആഴ്ച. അപ്പോൾ അതും ഇതും കണക്റ്റ് ചെയ്യാം. ഓക്കെ, 28 daysഉം 3 weeksഉം ഒക്കെ കണക്റ്റ് ചെയ്യാം. നിങ്ങൾക്ക് അടുത്ത് തന്നെയാണ് നിങ്ങളുടെ പേഴ്സണെ കണ്ടുമുട്ടാനായിട്ടുള്ള ഒരു സാധ്യത എന്ന് പറയുന്നത്. നെഗറ്റീവായിട്ട് തിങ്ക് ചെയ്യുന്നവർക്ക് കണ്ടില്ലേ 2 കാർഡ്. പ്രപഞ്ചശക്തി ഉണ്ട് എന്ന് വിശ്വസിക്കുന്നവർക്ക് അടുത്ത് തന്നെ എല്ലാം കലങ്ങി തെളിയും. ഹാബിറ്റ്സ് എന്ന് കിട്ടിയിട്ടുണ്ട്. ഒരു കാർഡും കൂടി എടുക്കാം. എൻ്റെ ഒരു സമാധാനത്തിന് വേണ്ടിയിട്ടാണ്. എനിക്ക് ഇങ്ങനെ നല്ലൊരു പോസിറ്റീവ് കാർഡ് കിട്ടണം. അതുവരയ്ക്കും ഞാനിങ്ങനെ എന്താ പറയുക, നിങ്ങളതിന് വേണ്ടിയിട്ടല്ലേ വെയിറ്റ് ചെയ്യുന്നത്. ഓക്കെ, ഹാബിറ്റ്സ് എന്ന് കിട്ടിയിട്ടുണ്ട്. കാണുന്നുണ്ടോ? കാണുന്നുണ്ടോ? ഓക്കെ, ഐ ഡോണ്ട് നോ ഇഫ് വി വിൽ എവർ ചേഞ്ച്. ഇപ്പം അവർ ചിന്തിക്കുന്നത് എന്താണെന്നറിയോ, നമ്മളെപ്പോഴെങ്കിലും ചേഞ്ച് ആവുമോ? നമ്മൾ ഇത്രയും നാളും സെപ്പറേഷനിലാണ്, നോ കോണ്ടാക്റ്റിലാണ്. അപ്പോൾ നിൻ്റെ മനസ്സ് മാറിയിട്ടുണ്ടാവോ? എൻ്റെ മനസ്സിന് മാറ്റം വന്നു, നിന്നിലേക്ക് ഞാൻ വന്നു, നിനക്ക് മാറ്റം വന്നിട്ടുണ്ടാവോ? നമുക്ക് എപ്പോഴെങ്കിലും മാറ്റം സംഭവിക്കുമോ? ഇതുപോലെ മുന്നോട്ട് പോവോ എന്നൊക്കെ അവർ ചിന്തിക്കുന്നുണ്ട്. അവരുടെ മനസ്സിലൊരു ഭയമാണ് കാണിക്കുന്നത്. കാരണം ഇത്രയും നാളത്തെ ഒരു സെപ്പറേഷൻ, നോ കോണ്ടാക്റ്റ് എന്ന് പറയുന്നത് നിങ്ങളിൽ മാറ്റം വരുത്തിയിട്ടുണ്ട് എന്നവർ ചിന്തിക്കുകയാണ്. അവർ തെറ്റ് ചെയ്തിട്ടുണ്ടല്ലോ, ആ തെറ്റ് തിരുത്തി നിങ്ങളിലേക്ക് വരുമ്പോൾ നിങ്ങൾ പഴയതുപോലെ സ്നേഹിക്കുമോ എന്നുള്ള ഭയമായിരിക്കാം. അപ്പോൾ ഭയക്കേണ്ട അല്ലേ. നിങ്ങൾക്ക് പോസിറ്റീവായിട്ടുള്ള കാർഡ്സ് തന്നെയാണ് യൂണിവേഴ്സ് കാണിച്ചു തരുന്നത്. അവർ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ തിരുത്തിയിട്ട് വരട്ടെ. നിങ്ങൾ സ്നേഹിക്കാൻ തയ്യാറാണെങ്കിൽ സ്വീകരിക്കാം, ഇല്ല കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഓപ്പണായിട്ട് പറയാം വേണ്ട എന്ന്. ഡാമേജ് എന്നാണ് കാർഡ്. വി ആർ ബോത്ത് ഹേർട്ടിങ് ഫ്രം ദിസ്. അപ്പോൾ 2 പേരും ഈ ഒരു സെപ്പറേഷനിൽ, നോ കോണ്ടാക്റ്റിൽ വേദനിക്കുന്നു എന്ന് കാർഡ്സ് പറയുകയാണ്. അപ്പോൾ നിങ്ങൾ 2 പേരും വേദനിക്കുന്നുണ്ട്. എസ്കേപ്പ് എന്നാണ് കിട്ടിയിട്ടുള്ളത്. ഐ ലെഫ്റ്റ് വെൻ തിങ്സ് ഗോട്ട് ഹാർഡ്. അവർ പറയാണ് കാര്യങ്ങൾ കഠിനമായപ്പോൾ ഞാൻ പോയി എന്ന്. അപ്പോൾ നിങ്ങളും അവരും തമ്മിലുള്ള ആ ഒരു റിലേഷൻഷിപ്പിൽ പാസ്റ്റിലെ കാര്യമാണ്, അതുകൊണ്ടാണ് മാറിയിട്ടുള്ളത്. ഗോസിപ്പ് എന്ന് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ കുറേ പ്രശ്നങ്ങൾ അവരിൽ വന്നപ്പോൾ നിങ്ങളും അവരും തമ്മിലുള്ള പ്രശ്നങ്ങൾ യൂണിവേഴ്സ് ഇവിടെ കാണിച്ചു തരികയാണ്. അപ്പോൾ ഗോസിപ്പ് മറ്റുള്ളവരെ ഭയന്നു, കാര്യങ്ങൾ കുറച്ച് വഷളായപ്പോൾ ഞാൻ പോയി എന്നവർ പറയുകയാണ്. ലാസ്റ്റ് കാർഡ് നോക്കാം. മെൻ്റാണ്. ഐ വാണ്ട് ടു ഫിക്സ് അവർ കണക്ഷൻ. അപ്പോൾ ഈ ബന്ധം അവർക്ക് ആവശ്യമാണ്. നിങ്ങളുടെ കണക്ഷൻ വേണമെന്ന് അവർ ആഗ്രഹിക്കുകയാണ്. പോസിറ്റീവായിട്ടുള്ള കാർഡ് തന്നെയാണ് കിട്ടിയിട്ടുള്ളത്. നിങ്ങൾ ചോദിച്ച ചോദ്യത്തിനുള്ള ഉത്തരം തന്നെയാണ് യൂണിവേഴ്സ് കാർഡ്സിലൂടെ പറഞ്ഞു തന്നിട്ടുള്ളത്.
അവർ ഗോസിപ്പിനെ ഭയന്നിരുന്നു. കാര്യങ്ങൾ കുറച്ചും കൂടി വഷളായിപ്പോൾ, അല്ലെങ്കിൽ ചിന്താഗതിക്ക് മാറ്റം വന്നപ്പോൾ അവർ പോയി. എന്നാൽ യൂണിവേഴ്സായിട്ട് തന്നെ അവരിലേക്ക് കുറേ കാര്യങ്ങൾ പഠിപ്പിച്ചു കൊടുത്തപ്പോൾ അവർ തെറ്റെന്തെന്ന് മനസ്സിലായി. ഈഗോ ഒരു പേഴ്സണാണ്. അവർക്ക് അവരുടെ അഹങ്കാരത്തിന് കുറച്ച് മാറ്റം വന്നു. അവർ മാത്രമാണ് ശരിയെന്ന് വിശ്വസിച്ചിരുന്ന അവരിൽ മാറ്റം വന്നു. നിങ്ങളിലേക്ക് വരുവാനായിട്ട് ആഗ്രഹിക്കുന്നു. എങ്ങനെ വരുവാനായിട്ട് ആഗ്രഹിക്കുന്നു? തെറ്റ് തിരുത്തിക്കൊണ്ട്, അവരെക്കാളും മികച്ചത് നിങ്ങളാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട്, നിങ്ങൾക്ക് അവരെക്കാളും ടാലൻ്റ് ഉണ്ട്, കഴിവുണ്ടെന്ന് മനസ്സിലാക്കിക്കൊണ്ട്. അപ്പോൾ എല്ലാവർക്കും യൂണിവേഴ്സ് ഒരുപോലെ തന്നെയാണ് കഴിവുകൾ കൊടുത്തിട്ടുള്ളത്. ഇവിടെ നിങ്ങൾ നിങ്ങളുടെ കഴിവിനെ തിരിച്ചറിയാതെ പോയതാണ് നിങ്ങളുണ്ടായ പ്രശ്നം. അല്ലെങ്കിൽ ഒരു സ്നേഹബന്ധത്തിലാകുമ്പോൾ നമ്മൾ നമ്മുടെ ഇഷ്ടങ്ങൾ നോക്കാതെ നമ്മൾ സ്നേഹിക്കുന്ന വ്യക്തിക്ക് വേണ്ടിയിട്ട് നമ്മുടെ പല ഇഷ്ടങ്ങളും മാറ്റിവെച്ചിട്ടുള്ള സമയം, ആ ഒരു സമയത്തിൽ നിന്ന് മാറ്റം തന്നെയാണ് നിങ്ങൾക്ക് യൂണിവേഴ്സ് കാണിച്ചു തരുന്നത്. അപ്പം നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ, നിങ്ങളുടെ കാര്യങ്ങൾ ശ്രദ്ധിച്ചുകൊണ്ട് മുന്നോട്ട് പോവുക. സെൽഫ് ലവ് ചെയ്യുക, നിങ്ങളുടെ ഇഷ്ടങ്ങൾ ഫോളോ ചെയ്യുക. നിങ്ങളുടെ പേഴ്സണ് മാറ്റം വന്നിട്ടുണ്ട്. അവർ നിങ്ങളിലേക്ക് തന്നെയാണ് ഫോക്കസ് ചെയ്യുന്നത്. നിങ്ങളുമായിട്ടൊരു ഫ്യൂച്ചർ അവർ ആഗ്രഹിക്കുന്നു. ഈ റീഡിങ് ഞാനിവിടെ നിർത്തുകയാണ്. ഈ റീഡിങ് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ വിലപ്പെട്ട നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും പേഴ്സണലായിട്ടും അല്ലാതെയും അറിയിക്കാം. പേഴ്സണലായിട്ട് റീഡിങ് ആവശ്യമുള്ളവർക്ക് എൻ്റെ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക. നിങ്ങളുടെ കറക്റ്റായിട്ടുള്ള റീഡിങ് ഞാൻ പറഞ്ഞു തരാം. കൂടുതൽ വീഡിയോസുമായിട്ട് നിങ്ങളുടെ മുന്നിൽ ഞാൻ വരും. നിങ്ങളുടെ സ്വന്തം നിംസ്.